ജാനുവരി 12-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ധ്രുവ് ഹെലികോപ്റ്ററിനെ, പ്രത്യേകിച്ചും സിവിലിയൻ ഓപ്പറേഷൻസിനായിട്ടുള്ള നൽകിയിട്ടുള്ള ധ്രുവ് ഹെലികോപ്റ്റേഴ്സിനെ തിരിച്ചു വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ധ്രുവ് ഹെലികോപ്റ്റർ, എന്താണ് തിരിച്ചു വിളിക്കാനുള്ള കാരണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹെലികോപ്റ്റേഴ്സിനെയാണ് ധ്രുവ് ഹെലികോപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് HAL എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് നിർമ്മിച്ചുള്ളതെന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു ധ്രുവ് ഹെലികോപ്റ്റേഴ്സ് പ്രത്യേകിച്ചും സിവിലിയൻ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ഹെലികോപ്റ്റേഴ്സിനെ തിരിച്ചു വിളിക്കുകയാണ് ഇപ്പോൾ HAL ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും റീസെൻ്റ് ആയിട്ട് പോർബന്തറിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഇതിനു മുന്നേ 2 വർഷത്തിനുള്ളിൽ 3 ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഹെലികോപ്റ്റർ പൈലറ്റിന്റെ ഇൻപുട്ടുകളോട്, പൈലറ്റ് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചല്ല ഹെലികോപ്റ്ററുകൾ പ്രവർത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച് എന്തോ ഒരു എറർ സംഭവിക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ചാണ് ഈ ഒരു തിരിച്ചു വിളിക്കൽ സംഭവിച്ചിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു HAL-ന്റെ ധ്രുവ് എന്ന് പറയുന്നത് ഒരു യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ ആണ്. മിലിറ്ററി പർപ്പസിന് ഇങ്ങനെയാണ് ഉണ്ടാവുക, അതേപോലെ തന്നെ സിവിലിയൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇത്തരത്തിലാണ് ഉണ്ടാവുക. ഇത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് 1984 ഡിസൈൻ ചെയ്തതോടെയാണ് 1992 ഇതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഇത് പ്രധാനമായിട്ടും ഇന്ത്യൻ ആർമിയുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ബഡ്ജറ്റ് റെസ്ട്രിക്ഷൻസും ഡിസൈൻ ചേഞ്ചസ് ഒക്കെ അനുസരിച്ച്. പിന്നീട് 1998 പൊക്രാൻ ന്യൂക്ലിയർ ടെസ്റ്റിന് ശേഷം ഇത് കുറച്ചുകൂടി ഇന്റൻസിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആർമി സർവീസിലേക്ക് എൻട്രി ചെയ്തത് 2002-ലായിരുന്നു. ഇതിന്റെ പേര് സംസ്കൃത് വേർഡ് ആയിട്ടുള്ള ധ്രുവ് എന്നാണ്. അതായത് അൺഷേക്കബിൾ ഓർ ഫേം, ഉറപ്പുള്ളത് എന്ന അർത്ഥത്തിലാണ് ധ്രുവ് എന്ന പേരിട്ടിരിക്കുന്നതും കൂടി ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു ഹെലികോപ്റ്റേഴ്സ് മിലിറ്ററി പർപ്പസിനും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ സിവിലിയൻ പർപ്പസ് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഹെലികോപ്റ്റേഴ്സ് വാങ്ങി ഉപയോഗിക്കാൻ പറ്റും, സിവിലിയൻ പർപ്പസിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ മിലിറ്ററി വാരിയൻസ് ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതേസമയത്ത് സിവിലിയൻ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് ഓർത്ത് വെക്കുക. മിലിറ്ററി വേർഷൻ പ്രധാനമായിട്ടും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്, യൂട്ടിലിറ്റി, റീകൺസൻസ്, മെഡിക്കൽ ഇവാക്വേഷൻ തുടങ്ങിയിട്ടുള്ള പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. ജാനുവരി 2024 ഏകദേശം 400-ലധികം ധ്രുവ് ഹെലികോപ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എക്സ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തുക. ടോട്ടൽ 3,40,000-ഓളം ഫ്ലൈയിങ് അവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു എറേഴ്സ് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് സിവിലിയൻ പർപ്പസിന് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് നൽകിയിട്ടുള്ള ഹെലികോപ്റ്റേഴ്സിനെ തിരിച്ചു വിളിക്കുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് വലിയ പ്രതിഷേധത്തിലാണ്. പ്രത്യേകിച്ചും അവരുടെ സ്കീമുകൾ സ്റ്റാഗ്നേറ്റഡ് ആണ്, അതുപോലെ ക്ലാസിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് എന്നതാണ്. അപ്പോൾ എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ സീഡ് സ്കീം, എന്താണ് ഡീനോട്ടിഫൈഡ് ട്രൈബ്സ്, എന്താണ് ഈ ഒരു ഇഷ്യൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഈ ഒരു ആർട്ടിക്കിളിൽ പ്രധാനമായിട്ടും ഡീനോട്ടിഫൈഡ്, നൊമാഡിക്, സെമി നൊമാഡിക്, ഈ 3 കാറ്റഗറി ഓഫ് ട്രൈബ്സ് കമ്മ്യൂണിറ്റിയെ DNT, NT, SNT എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു ഡീനോട്ടിഫൈഡ് ട്രൈബ്സ്, നൊമാഡിക് ട്രൈബ്സ്, അതുപോലെ തന്നെ സെമി നൊമാഡിക് ട്രൈബ്സ്. അപ്പോൾ ഈ ഒരു 3 കാറ്റഗറി നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഗവൺമെന്റിന്റെ പദ്ധതികളിലുള്ള സ്ലോ പ്രോഗ്രസിനെ കുറിച്ചുമാണ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധത്തിന്റെ കാരണം എന്ന് വെച്ചാൽ ഇദാത്തെ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇദാത്തെ കമ്മീഷൻ എന്ന് പറയുന്നത് പെർമനന്റ് കമ്മീഷൻ ഫോർ DNT, NTs ആൻഡ് SNTs എന്നാണ് വിളിക്കാറുള്ളത്. കാസ്റ്റ് സെൻസസ് നടത്തിയിട്ടുണ്ട്, സബ് കോട്ട നടത്തിയിട്ടുണ്ട്. അതായത് നിലവിലുള്ള റിസർവേഷൻ സിസ്റ്റത്തിനകത്ത് സബ് കോട്ട റിസർവേഷനെ കുറിച്ചൊക്കെ പരാമർശിച്ച ഒരു കമ്മീഷൻ ആയിരുന്നു. പക്ഷെ അതിന്റെ റെക്കമെൻഡേഷൻസ് പൂർണ്ണമായും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വിഭാഗം കമ്മ്യൂണിറ്റി ഒരു പ്രതിഷേധത്തിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. മറ്റൊന്നാണ്, ഇവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ഓഫീസുകളിൽ, പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ സ്കീമുകളോ ഗവൺമെന്റിന്റെ ബെനിഫിറ്റുകളോ ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കൂളുകളിലോ ജോലിയോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അഡ്മിഷന് വേണ്ടി, വിദ്യാഭ്യാസ ആവശ്യത്തിനും മറ്റുമൊക്കെ ഇത് അത്യാവശ്യമാണ്. പക്ഷെ അത് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. മറ്റൊന്നാണ്, ഈ ഒരു വിഭാഗം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ് സീഡ് സ്കീം എന്ന് വിളിക്കുന്നത്. ഈ ഒരു സ്കീമിനെ കുറിച്ച് നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ മനസ്സിലാക്കും. ഈ ഒരു സീഡ് സ്കീം എന്ന് പറഞ്ഞാൽ ഇവരുടെ എക്കണോമിക് എംപവർമെന്റിന് വേണ്ടി കൊണ്ടുവന്ന സ്കീമാണെന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ 2022 ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ വളരെ സ്ലോ ആണ്. ഇതും പ്രതിഷേധത്തിന് ഒരു കാരണമായി മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഇവർക്കുണ്ട്, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. കാരണം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇവരെ ക്രിമിനൽ ട്രൈബ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ കൊള്ളക്കാരെ ട്രൈബ്സ്, ക്രിമിനൽ ട്രൈബ്സ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു മാറ്റി നിർത്തൽ ഇന്നും സമൂഹത്തിൽ നേരിടുന്നുണ്ട്. അതിന്റെ പ്രതിഷേധവും കൂടിയുണ്ട് എന്ന് ഓർത്തുവെക്കുക. അവിടുത്തെ പ്രധാനപ്പെട്ട വാർത്ത, ഗവൺമെന്റിന്റെ സ്കീം, അതായത് സീഡ് സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ പ്രോപ്പർ അല്ല എന്നുള്ളതാണ്. സീഡ് എന്ന് വെച്ചാൽ സ്കീം ഫോർ എക്കണോമിക് എംപവർമെന്റ് ഓഫ് ഡീനോട്ടിഫൈഡ്, നൊമാഡിക്,
അതുപോലെ തന്നെ സെമി നൊമാഡിക് ട്രൈബ്സ് എന്നുള്ള കമ്മ്യൂണിറ്റീസ് എന്നാണ് സീഡ് സ്കീം എന്ന് പറയുന്നത് 2022 ഫെബ്രുവരിയിൽ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, ഓർക്കുക മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് അല്ല, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഓർത്തുവെക്കണം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് സ്റ്റുഡൻസിന് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഫ്രീ ആയിട്ടുള്ള കോച്ചിങ്ങുകൾ നൽകുക, ഹെൽത്ത് ഇൻഷുറൻസ് നൽകുക ആൾക്കാർക്ക്, അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ജീവിത മാർഗങ്ങൾ ഉണ്ടാക്കുക, അതായത് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ വീടുകൾക്കും മറ്റുമൊക്കെ ആയിട്ട് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുക. ഇതൊക്കെയാണ് ഈ ഒരു സീഡ് സ്കീമിന്റെ ഭാഗമായിട്ട് ഇവർക്ക് നൽകിക്കൊണ്ടിരുന്നത് നോക്കുക. അതിന്റെ ഇംപ്ലിമെന്റേഷൻ വളരെ സ്ലോ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ആരാണ് ഡീനോട്ടിഫൈഡ് നൊമാഡിക് അല്ലെങ്കിൽ സെമി നൊമാഡിക് ട്രൈബ്സ് എന്ന് വെച്ചാൽ ഇവർ പ്രധാനമായിട്ടും ഈ ഒരു കമ്മ്യൂണിറ്റീസിനെ മോസ്റ്റ് വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഏറ്റവും പിന്നോക്കമുള്ള കമ്മ്യൂണിറ്റീസ് ആണെന്ന് പറയാൻ പറ്റും. ഈ ഒരു കമ്മ്യൂണിറ്റീസ് നേരത്തെ നോട്ടിഫൈഡ് ആയിരുന്നു. കാരണം ബ്രിട്ടീഷുകാരുടെ അവരുടെ കാലത്ത് ക്രിമിനൽ ട്രൈബ്സ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു നിയമം പാസ്സാക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം പലതായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഫോറസ്റ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫോറസ്റ്റിൽ നിന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള ടിമ്പറിനെ, മരത്തടികളെ അവർക്ക് വെട്ടിയെടുക്കുക, അവർക്ക് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരെ അറ്റാക്ക് ചെയ്യുന്ന ട്രൈബൽ ഗ്രൂപ്പുകളെയൊക്കെ തന്നെ അവർ ക്രിമിനൽ ട്രൈബ് എന്ന പേരിൽ വിളിച്ചു, കൊള്ളക്കാര് എന്ന പേരിൽ വിളിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ നോട്ടിഫൈ ചെയ്യുകയും ഇന്ന ട്രൈബൽ ഗ്രൂപ്പുകളെ ക്രിമിനൽ ട്രൈബുകളാണ്, അതായത് കേസൊന്നും ഇല്ലെങ്കിൽ പോലും ജയിലിൽ അടക്കാൻ പറ്റുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പുകളായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യക്ക് ഗവൺമെന്റ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ 1952 ഈ ഒരു ആക്ടിനെ പിൻവലിക്കുകയും ഈ ഒരു കമ്മ്യൂണിറ്റീസിനെ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് എന്ന പേരിൽ അറിയപ്പെടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ചിലത് നൊമാഡിക് ആണ്, അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുന്ന കമ്മ്യൂണിറ്റീസും ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പൊ നൊമാഡിക് അതുപോലെ തന്നെ സെമി നൊമാഡിക് കമ്മ്യൂണിറ്റീസും ഇവരെന്താ ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യില്ല, ഇവർ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരാണ്. വൺ പ്ലേസ് ടു അനദർ അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഇവർക്ക് പ്രൈവറ്റ് ലാൻഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹോം ഓണർഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം വില്ലേജ് ഓഫീസിന്, ഏത് വില്ലേജ് ഓഫീസിന് ഇവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസിനല്ല, ഇവർക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല, ഇവരൊരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ ഈ ഒരു DNTs മിക്കവാറും ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, OBC കാറ്റഗറിയിലൊക്കെ സ്പ്രെഡഡ് ആയിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതിന്. ചില ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് ആണെങ്കിൽ SC ST OBC കാറ്റഗറിയിലൊന്നും വന്നിട്ടില്ല. അത്തരത്തിലുള്ള ഒരു കൺസേൺ കൂടി ഉണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ഷുഗറി ഡ്രിങ്ക്സ്, അതായത് നമ്മൾ വിളിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്ന് വിളിക്കുന്ന പല പാനീയങ്ങളും, കൊക്കക്കോള, അതുപോലെ തന്നെ പെപ്സി, അതുപോലെ തന്നെ മിറണ്ട, അതുപോലെ തന്നെ 7up, അങ്ങനെ ഒരുപാട് സ്പ്രൈറ്റ് തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്കുകൾ അല്ലെങ്കിൽ ഷുഗറി ഡ്രിങ്കുകൾ അല്ലെങ്കിൽ മാംഗോ ജ്യൂസുകൾ എന്ന് പറഞ്ഞ പാക്കറ്റുകളിൽ വരുന്ന സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള ഷുഗറി ഡ്രിങ്ക്സ് കഴിക്കുന്നത് വഴി ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഇത് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വർദ്ധിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്തിട്ടും ഈ ഒരു പോയിന്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഷുഗറി ഡ്രിങ്ക്സ് കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ഹെൽത്തി റിസ്കുകൾക്ക് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഹൈ ഡിസീസ് ബേർഡൻ ആണെന്നാണ് 2020 സ്റ്റഡി കാണിക്കുന്നതായിട്ടുള്ളത്. ഏകദേശം 2.2 മില്യൺ പുതിയ കേസുകളാണ് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവുന്നതിനും 1.2 മില്യൺ കേസുകളാണ് കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും കാരണമായിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്, ഇന്ത്യയെ പോലുള്ള രാജ്യത്താണ്, പ്രത്യേകിച്ചും ലാറ്റിൻ അമേരിക്ക, കരീബിയൻ, സബ് സഹാറൻ ആഫ്രിക്ക തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് വർദ്ധിച്ചു വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്പെസിഫിക് ഹെൽത്ത് റിസ്കുകളാണ്, ഒന്ന് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, മറ്റൊന്ന് ഈ ഒരു ഹാർട്ട് ഡിസീസ് ആണെന്ന് ഓർത്ത് വെക്കുക. അതായത് ഇത് കഴിക്കുന്ന വഴി നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു, ശരീരത്തിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഇതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വെച്ചാൽ, ഒന്ന് പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ. കാരണം ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു സെഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ചിലപ്പോൾ അത് കുറക്കും. അതുപോലെ തന്നെ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഇവയുടെ അഡ്വർടൈസിങ്ങിന്, കാരണം ഒരുപാട് ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, കൂൾ ഡ്രിങ്ക്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ട്. അതിനെ റെസ്ട്രിക്ട് ചെയ്യുക, അതിനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് കുട്ടികളിലേക്കുള്ള ഉപയോഗമൊക്കെ കുറക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഇവയുടെ മേലെ കൂടുതൽ നികുതി ഏർപ്പെടുത്തുക, അവരുടെ കൺസംഷൻ കുറയ്ക്കുന്നതിന് കൂടുതൽ GST ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഒരുപാട് നമ്മൾ പറഞ്ഞ പോലെ പ്രിവെന്റബിൾ ആയിട്ടുള്ള ക്രോണിക് ഡിസീസ്, നോൺ കമ്മ്യൂണിക്കൽ ഡിസീസസിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഷുഗറി ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ കൺസംഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയും പബ്ലിക് ഹെൽത്ത് ഔട്ട്കം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഗ്ലോബൽ ഡിസീസ് ബേർഡൻ കുറയ്ക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി
ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, IIT റൂർക്കി ഒരു ബാക്ടീരിയൽ എൻസൈം ഡെവലപ്പ് ചെയ്തു പ്ലാസ്റ്റിസൈസേഴ്സിനെ ഡീഗ്രേഡ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ പ്ലാസ്റ്റിസൈസുകളെ നമുക്ക് വിഘടിപ്പിക്കുന്നതിന് പ്ലാസ്റ്റിക്കുകളെ വിഘടിപ്പിക്കുന്നതിന് വലിയ തടസ്സമായി നിൽക്കുന്നത് അതിൽ ചേർക്കുന്ന പ്ലാസ്റ്റിസൈസർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിസൈസറിനെ വിഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു ബാക്ടീരിയൽ എൻസൈമത്തെയാണ് IIT റൂർക്കി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുകൂടി ഓർത്ത് വെക്കുക. ഈ ഒരു ആർട്ടിക്കിളിൽ IIT റൂർക്കിയുടെ ഡെവലപ്മെന്റ് ആണ് പറയുന്നതായിട്ടുള്ളത്. അതായത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിസൈസർ ആണ് DEHP എന്ന് വിളിക്കുന്നത്. DEHP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോക്ടിൽ ഫാൽത്തേറ്റ് അതുപോലെ തന്നെ ബിസ് ഫാൽത്തേറ്റ് എന്നൊക്കെയാണ് വിളിക്കുന്നതായിട്ടുള്ളത്. പ്ലാസ്റ്റിസൈർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്, സബ്സ്റ്റൻസ് ആണ്. ഇത് ഈ ഒരു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പോളിമർ ആണ്. ഈ ഒരു പ്ലാസ്റ്റിക്കിനെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആക്കി മാറ്റും, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. പക്ഷെ പ്ലാസ്റ്റിസൈഡിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിവിധ പ്ലാസ്റ്റിക് പ്രൊഡക്റ്റുകൾ DEHP പോലുള്ള പ്ലാസ്റ്റിസൈഡ്സ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് എൻവയോൺമെന്റിന് വളരെ ഹാം ഉണ്ടാവും, ഇതിനെ ഡീഗ്രേഡ് ചെയ്യൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു ഡൈ എഥിൽ എക്സിൽ ഫാൽത്തേറ്റ് DEHP എന്നൊക്കെ പറയുന്ന കെമിക്കൽസ് പ്ലാസ്റ്റിക്സിനെ കുറെ കൂടി ഫ്ലെക്സിബിൾ ആക്കി മാറ്റും. ഇത് കളർലെസ് ആയിട്ടുള്ള വിസ്കസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ്. ചെറിയൊരു സ്മെൽ ഉണ്ടാവും. ഇത് ഓയിലിൽ സോളിബിൾ ആണ്, പക്ഷെ വെള്ളത്തിൽ സോളിബിൾ അല്ല എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഇതിനെ ഡയോക്ടിൽ ഫാൽത്തേറ്റ് എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ബിസ് എഥിൽ ഹെക്സിൽ ഫാൽത്തേറ്റ്, അതായത് DOP BHP എന്നൊക്കെയാണ് വിളിക്കാറുള്ളത് എന്നുകൂടി ഓർത്തു വെക്കുന്നതായിട്ട്. അപ്പൊ IIT റൂർക്കിയിലെ സയന്റിസ്റ്റുകൾ അവർ ഡെവലപ്പ് ചെയ്യുന്നത് വെച്ചാൽ അവർ ഈസ്റ്ററേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൾഫോബാസിലസ് അസിഡോഫിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നാണ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാക്ടീരിയം ഈ ഒരു DHPയെ ഡീഗ്രേഡ് ചെയ്യും എന്നുള്ളതാണ്. ഈ ഒരു എൻസൈം എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്ലാസ്റ്റിക്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് DEHPനെ ചെറിയ ചെറിയ കോമ്പൗണ്ടുകളാക്കി മാറ്റും. അതിനെ ഫെർദർ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എൻസൈമിന് വളരെയധികം അപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ചും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ നീക്കം ചെയ്യുന്നതിനായിട്ട് ബയോ റെമഡിയേഷൻ പ്രോസസ്സുകൾക്ക് നമുക്ക് ഈ ഒരു എൻസൈമിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത CRISPR-Cas9 ടെക്നോളജിയുമായി ബന്ധപ്പെട്ടാണ്. CRISPR-Cas9 ടെക്നോളജി പ്രിലിംസിന് UPSC പല പ്രാവശ്യം 3ഓ 4ഓ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊരു ജീൻ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂൾ ആണ് എന്ന് ഓർത്ത് വെക്കുക. അതായത് ഒരു ഡബിൾ ഹെലിക്സൽ ഷേപ്പുള്ള ജീനിൽ ഒരു സ്പെസിഫിക് പ്ലേസിനെ കട്ട് ചെയ്യാനും അവിടെ പുതിയൊരു ജീനിനെ പ്ലേസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ടൂളാണ് CRISPR-Cas9 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ പ്രധാനമായിട്ട് ഈ CRISPR-Cas9 ടെക്നോളജിയും അതിന്റെ അപ്ലിക്കേഷൻസിനെയും ചാലഞ്ചസിനെയും കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു CRISPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജീനിൽ നമുക്കൊരു സ്പെസിഫിക് പാർട്ടിനെ കട്ട് ചെയ്ത് മാറ്റാനും അതിൽ പുതിയൊരു ജീൻ ഇൻസേർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ്. ഇപ്പോൾ CRISPR-Cas9 ടെക്നോളജി എന്ന് വെച്ചാൽ ഒരു റവല്യൂഷൻ ആയിട്ടുള്ള ജീൻ എഡിറ്റിംഗ് ടൂൾ ആണ്. പ്രത്യേകിച്ചും പ്രിസൈസ് ആയിട്ട്, ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പ്രിസൈസ് ആയിട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് DNA സീക്വൻസിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മെഡിസിനിലൊക്കെ വളരെയധികം അപ്ലിക്കേഷൻസ് ഉണ്ട്. ജനറ്റിക് ഡിസീസുകളെ ചികിത്സിക്കാൻ ഉപയോഗിക്കാം. പുതിയ പുതിയ തെറാപ്പികൾ, പ്രത്യേകിച്ചും ക്യാൻസറിനും മറ്റു രോഗങ്ങൾക്കൊക്കെ പുതിയ തെറാപ്പികൾ, മരുന്ന്, ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കാം. അഗ്രികൾച്ചറിൽ ക്രോപ്പിന്റെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഡിസീസ് റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഡ്രോട്ട് ടോളറന്റ് ആയിട്ടുള്ള ക്രോപ്പുകളെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ ജീൻ ഫംഗ്ഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും പുതിയ മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും റിസർച്ചിൽ വളരെയധികം അപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ CRISPR-Cas9 ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പേറ്റന്റ് ഡിസ്പ്യൂട്ടുകളും ഉണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു ആക്സസിബിലിറ്റിയും അഫോർഡബിലിറ്റിയും കുറയുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് ഓർത്തു വെക്കാം. അപ്പോൾ ഇന്ത്യൻ പാറ്റന്റ് ഓഫീസ് ERS ജീനോമിക്സിനാണ് പാറ്റന്റ് തന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും അവർക്ക് മാത്രമാണ് ഈ ഒരു CRISPR-Cas9 ടെക്നോളജി, അല്ലെങ്കിൽ അവരുടെ പെർമിഷനോട് കൂടി മാത്രമാണ് CRISPR-Cas9 ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എത്തിക്കൽ ഇംപ്ലിക്കേഷൻസ് ജീൻ എഡിറ്റിംഗിൽ ഉണ്ട് എന്ന് ഓർത്തു വെക്കുക. കാരണം ജീനിനെ മോഡിഫൈ ചെയ്യുകയാണ്, അപ്പോൾ അത് കെയർഫുള്ളി കൺസിഡർ ചെയ്യേണ്ട ഒരു കേസാണ്. ഈ ഒരു CRISPR-Cas9 ടെക്നോളജി എന്ന് വെച്ചാൽ നമ്മുടെ ലോകത്തെ അല്ലെങ്കിൽ വിവിധ മേഖലകളെ, അത് മെഡിസിൻ ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ബയോടെക്നോളജി ആയിക്കോട്ടെ, അതിനെ റെവല്യൂഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വലിയ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് capable ആയിട്ടുള്ളതാണ്. പക്ഷേ എത്തിക്കൽ ആയിട്ടുള്ള, ലീഗൽ ആയിട്ടുള്ള ചാലഞ്ചസിനെ നോക്കിക്കൊണ്ട് മാത്രം, കാരണം ഇതിനെ ദുരുപയോഗിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അടുത്തത് ഒരു ഡൈനോസറിനെ കുറിച്ചാണ്. അൽഹൈത്തും ബഹൂദിയേച്ചെ എന്ന് പറയുന്ന ഒരു ഡൈനോസറിന്റെ റിമെയിൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അൽഹൈത്തും ബഹ്റൂച്ചെ എന്ന് പറയുന്നത് USA വെച്ചിട്ടാണ് ഈ ഒരു ഡൈനോസർ സ്പീഷീസിന്റെ റിമൈൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നിലവിൽ ഡൈനോസറുകളെ സംബന്ധിച്ച് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ചാലഞ്ച് ചെയ്യുന്ന ഒരു കണ്ടുപിടുത്തമാണെന്ന് ഓർത്തു വെക്കുക. ഈ ഒരു അൽഹൈത്തം ബഹ്റൂച്ചെ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ ലൗറേഷ്യ പാർട്ടിൽ നിന്നാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സൂപ്പർ കോണ്ടിനെന്റ് ആയിരുന്നു പാൻജിയ എന്ന് പറയുന്നത്. നിങ്ങൾ ജിയോഗ്രഫിയിൽ പഠിക്കും വൻകര വിസ്ഥാപന സിദ്ധാന്തമൊക്കെ. അപ്പോൾ പാൻജിയ സ്പ്ലിറ്റ് ആയിട്ട് രണ്ടുണ്ടായി. മുകളിൽ ലൗറേഷ്യ ഉണ്ടായി, താഴെ ഗോണ്ട്വാന ലാൻഡ് ഉണ്ടായി.
ഗോണ്ട്വാന ലാൻഡ് ഉണ്ടായി. അപ്പൊ നേരത്തെ കരുതിയിട്ടുണ്ടായെന്ന് വെച്ചാൽ ഈ ഒരു ഗോണ്ടാന ലാൻഡിലാണ് ഈ ഒരു ഡൈനോസറസ് ഉത്ഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഗോണ്ടാന ലാൻഡിൽ നിന്ന് ലൗറേഷ്യയിലേക്ക് പോവുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു അൽവായിരം ഹൈറൂഷിയയുടെ ഫോസിൽസ് കിട്ടിയിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്, അതായത് ലൗറേഷ്യ പാർട്ടിലാണ് വരുന്നത്. അപ്പൊ ഡൈനോസേഴ്സ് ഗോണ്ട്വാന ലാൻഡിലാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ വളരെയധികം ചാലഞ്ച് ചെയ്യുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഈ ഒരു അൽഹൈറം ബൈറൂച്ചി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു സംഭവം എന്നുള്ളത് ഓർത്തുവെക്കുക, അതൊരു ഡൈനോയുടെ പേരാണ് എന്നുള്ളതാണ്. അടുത്തത് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷനെ സംബന്ധിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ ഹൈ ആവുന്നത്, അതിന്റെ സൊല്യൂഷൻസ് എങ്ങനെ നമുക്ക് അതിനെ കുറക്കാം എന്നതാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഇത് വാർത്തയിൽ വന്നപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ പൊട്ടൻഷ്യൽ കോസസും അതിന്റെ സൊല്യൂഷൻസും എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇത് പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്ത് ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഭൂഗർഭ ജലത്തിൽ ഉണ്ടാവുന്ന പൊല്യൂഷനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ഇന്ത്യയിൽ 56% ഡിസ്ട്രിക്റ്റുകളിലും ഗ്രൗണ്ട് വാട്ടറിലെ നൈട്രേറ്റിന്റെ ലെവൽ വളരെ കൂടുതലാണ്. ഇത് എൻവയോൺമെന്റൽ അതുപോലെ തന്നെ ഹെൽത്ത് റിസ്കുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. രാജസ്ഥാൻ, കർണാടക, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഇത് വളരെ കൂടുതലാണ് എന്നുള്ളതും നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ ഫ്ലൂറൈഡ്, ആർസെനിക്, യുറേനിയം തുടങ്ങിയിട്ടുള്ള ഹെവി മെറ്റൽസും മറ്റും ഒക്കെ ഉണ്ട്. ഇത് പ്രധാനപ്പെട്ട കാരണം ഗ്രൗണ്ട് വാട്ടറിന്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് വാട്ടർ ലെവൽ ഡിക്ലൈൻ ചെയ്യുമ്പോൾ ഭൂമിയുടെ ഉള്ളിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് കൂടുതൽ താഴ്ചയിലേക്ക് പോകുമ്പോൾ ഹെവി മെറ്റൽസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. ഇപ്പോൾ സെൻട്രൽ വാട്ടർ ബോർഡ് ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഡിജിറ്റൽ വാട്ടർ ലെവൽ റെക്കോർഡേഴ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക, അതുവഴി ഈ ഒരു ഗ്രൗണ്ട് വാട്ടർ ലെവലിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഗ്രൗണ്ട് വാട്ടറിൽ കണ്ടാമിനേഷൻ ഉണ്ട് എന്നുള്ളത് വലിയ ഹെൽത്ത് ഇമ്പാക്ട്, പ്രത്യേകിച്ചും നൈട്രേറ്റ് ലെവലുകളൊക്കെ മെത്തനോ ഗ്ലോബോമീനിയ, അതായത് ബ്ലൂ ബേബി സിൻഡ്രം പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുമെന്ന് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ട്. നൈട്രജൻ പൊല്യൂഷൻ യൂട്രോഫിക്കേഷന് കാരണമാവും, ആൽഗൽ ബ്ലൂംസ് ഉണ്ടാക്കും, ഇത് അക്വാട്ടിക് എക്കോസിസ്റ്റത്തെ ബാധിക്കും എന്നുകൂടി ഓർത്ത് വെക്കുക. മറ്റൊന്നാണ് ഗ്രൗണ്ട് വാട്ടർ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് കാരണമാകും. അതായത് ഗ്രൗണ്ട് വാട്ടറിൽ നല്ല വെള്ളം കിട്ടാൻ വേണ്ടി കൂടുതൽ വെള്ളം കുഴിക്കും, അത് ഗ്രൗണ്ട് വാട്ടർ സോഴ്സും ഡിപ്ലീറ്റ് ചെയ്യും. അഗ്രികൾച്ചറിനായിക്കോട്ടെ മറ്റ് സെക്ടേഴ്സിനായിക്കോട്ടെ നമുക്ക് വെള്ളം കിട്ടാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ സൊല്യൂഷൻ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസ് കൊണ്ടുവരിക. കാരണം നമ്മുടെ രാജ്യത്ത് ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നതിൽ ഭൂരിഭാഗവും അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗമൊക്കെ കുറക്കുക, കാരണം അതുവഴിയാണ് ഈ നൈട്രേറ്റുകൾ അമിതമായിട്ട് ഗ്രൗണ്ട് വാട്ടറിലേക്ക് പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ നൈട്രേറ്റ് പൊല്യൂഷൻ കുറക്കാൻ സഹായിക്കുന്നതാണ്. മറ്റൊന്ന് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനെ വളരെയധികം പ്രൊമോഷൻ കൊടുക്കുക. സീവേജ് അതുപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിനെ കൃത്യമായി ട്രീറ്റ് ചെയ്ത് കൃഷി ആവശ്യത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കുക, ലഭിക്കുന്ന മഴയെ സംഭരിച്ച് ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടറിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സ്റ്റെപ്പ് ആയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള റെഗുലേഷൻസും പോളിസിയും കൊണ്ടുവരിക, ഗ്രൗണ്ട് വാട്ടറിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനെ സസ്റ്റൈനബിൾ ആകുമെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെന്റ് വളരെ ക്രിട്ടിക്കൽ ആണ്. കാരണം അത് പൊല്യൂഷൻ ലെവലിലേക്ക് പോയി ആരോഗ്യ പ്രശ്നങ്ങളുടെ ലെവലിലേക്ക് വരുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ കൃത്യമായിട്ട് ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത ലോസ് ആഞ്ചലസിലുള്ള വലിയൊരു കാട്ടുതീയുമായി ബന്ധപ്പെട്ട, അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ കാട്ടുതീകളൊക്കെ ഉണ്ടാവുന്നതെന്ന് ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റീസെന്റ് ആയിട്ട് ലോസ് ആഞ്ചലസിൽ വലിയൊരു വൈൽഡ് ഫയേഴ്സ് ഉണ്ടാവുകയാണ്. US-ലാണ് ലോസ് ആഞ്ചലസ്. അപ്പോൾ മൾട്ടിപ്പിൾ ഫയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. സിറ്റിയുടെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 11ഓളം ആൾക്കാർക്ക് അവരുടെ വീടുകൾ 11ഓളം ആൾക്കാർ മരണപ്പെടുകയും ചെയ്തു. ഒരുപാട് ആൾക്കാരുടെ വീടുകളും ഒക്കെ നശിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ പ്രത്യേകിച്ചും വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഇവാക്വേഷൻ നൽകിയിട്ടുണ്ട്, ആൾക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്, കർഫ്യൂ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അവിടെ വലിയ ശക്തമായിട്ടുള്ള കാറ്റുകളുടെ ഈ ഒരു കാറ്റുകളും എല്ലാം തന്നെ ഫയർ ഫൈറ്റിംഗ് എഫേർട്ടുകളെ ഇൻഇഫക്റ്റീവ് ആക്കി മാറ്റുകയാണ്, തീ ശക്തമായിട്ട് പടരുകയും ചെയ്യുന്നത്. ഇതെല്ലാം ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഉദാഹരണങ്ങളായിട്ട് ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇത് ആയിരക്കണക്കിന് ആൾക്കാർ വീട് വിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്, വലിയ ഡിസ്പ്ലേസ്മെന്റിനും കാരണമായിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത ഗ്രീൻലാൻഡിൽ വർദ്ധിച്ചു വരുന്ന ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. പല രാജ്യങ്ങളും ഗ്രീൻലാൻഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഗ്രീൻലാൻഡിന്റെ ഇമ്പോർട്ടൻസ്, എവിടെയാണ് ഗ്രീൻലാൻഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിക് ഓഷ്യനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ദ്വീപാണെന്ന് കാണാൻ പറ്റും. ആർട്ടിക് ഓഷ്യനിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഐസിയാണ്. ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശമാണ്, ഡെൻമാർക്കിന്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ് എന്നുകൂടി
ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രാജ്യമല്ല, ഡെൻമാർക്കിന്റെ കീഴിലുള്ള പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഗ്രീൻലാൻഡിന്റെ പ്രത്യേകിച്ച് ഗ്ലോബൽ ക്ലൈമറ്റ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻലാൻഡിലെ വർദ്ധിച്ചു വരുന്ന ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നതായിട്ടുള്ളത്. ഒന്ന്, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് നോക്കാം. വളരെയധികം റാപ്പിഡ് ആയിട്ടുള്ള വാർമിംഗ് നടക്കുന്നത്. ഗ്രീൻലാൻഡ് നമ്മൾ പറഞ്ഞു മഞ്ഞു മൂടി കിടക്കുന്ന പ്രദേശമാണ്. വളരെയധികം വാം ചെയ്യുകയാണ്. ഗ്ലോബൽ ആവറേജിനെ കൂടി ഫാസ്റ്റർ ആയിട്ടാണ് അവിടുത്തെ ഐസ് മെൽറ്റ് ചെയ്തിട്ട് സീ ലെവൽ റൈസ് ചെയ്യുന്നത് എന്നുള്ളത്. കടലിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലോബൽ വെതർ പാറ്റേണിൽ ഇതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. കാരണം ഗ്രീൻലാൻഡിലെ ഐസ് മെൽറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഗ്ലോബൽ വെതർ പാറ്റേണിനെ ബാധിക്കും. കാരണം ഇതിലൂടെ അറ്റ്ലാന്റിക് മെരിയോഡോണൽ ഓവർടേണിംഗ് സർക്കുലേഷൻ ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ ഇത് ബാധിക്കുകയും ഇത് എക്സ്ട്രീം ആയിട്ടുള്ള വെതർ ഇവന്റുകൾ ഉണ്ടാവുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, നമുക്കറിയാം ഐസ് എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്, നന്നായിട്ട് പ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഐസ് നഷ്ടപ്പെടുന്നത്, റിഫ്ലക്റ്റീവ് ഐസിനെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ഭൂമിയുടെ റിഫ്ലക്റ്റിവിറ്റിയെ കുറക്കും. ഭൂമിയുടെ റിഫ്ലക്റ്റിവിറ്റിയാണ് ആൽബിഡോ എന്ന് പറയുന്നതായിട്ടുള്ളത്. ഈ ആൽബിഡോനെ കുറക്കും എന്ന് പറയുന്നത് ഭൂമിയിലെ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതിന് വേണ്ടിയും ഇത് വീണ്ടും ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും എന്നതാണ്. മറ്റൊന്ന്, ഇതിന്റെ ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. വളരെയധികം റിസോഴ്സസ് ഉള്ള ഒരു സ്ഥലമാണ്. മിനറൽസും ഓയിൽസും നാച്ചുറൽ ഗ്യാസും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസോഴ്സസ് കിട്ടാൻ വേണ്ടിയിട്ട് പല ആൾക്കാർക്കും ഗ്രീൻലാൻഡിന്റെ മേലെ വലിയ താല്പര്യമുണ്ടെന്ന് ഓർക്കുക. മറ്റൊന്നാണ്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ്, ആർട്ടിക് ഓഷ്യനിലാണ്. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങൾക്ക് ഈ ഒരു ആർട്ടിക് ഓഷ്യനിലുള്ള ഗ്രീൻലാൻഡിന്റെ മേലെ തൊട്ടടുത്ത് നോക്കി കഴിഞ്ഞാൽ അമേരിക്കയുടെ പ്രസൻസ് ഒക്കെ കാണാൻ പറ്റും. അമേരിക്കക്കൊക്കെ താല്പര്യമുണ്ടെന്ന് ഓർക്കുക. മറ്റൊന്ന്, മഞ്ഞുരുകുന്ന സമയത്ത് ആർട്ടിക് സർക്കിളിലെ മഞ്ഞുരുകുന്ന സമയത്ത് അവിടെ ഷിപ്പിംഗ് റൂട്ടുകൾ വരും. ഈ ഷിപ്പിംഗ് റൂട്ടുകൾ വരുന്ന സമയത്ത് ഗ്രീൻലാൻഡിന് വളരെയധികം സിഗ്നിഫിക്കൻസ് വരും എന്നുകൂടി ഓർക്കുക. അതേസമയത്ത് ഇവിടെ എൻവയോൺമെന്റൽ കൺസേൺസ് ഉണ്ട്. ഈ ഒരു മഞ്ഞുരുകുന്നതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി അത് ബാധിക്കുന്നുണ്ട്. കാരണം ആ മഞ്ഞിൽ ജീവിച്ചു പോകുന്ന ജീവികൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. കാരണം വളരെ യുണീക്ക് ആയിട്ടുള്ള എക്കോസിസ്റ്റവും വൈൽഡ് ലൈഫും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. അതേ സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വരുന്നത്. മറ്റൊന്നാണ്, സീ ലെവൽ റൈസ്, വെള്ളം കയറുന്നുണ്ട്. ഇത് മെല്ലെ മെല്ലെ ആ ഒരു ദ്വീപിനെ മെല്ലെ മെല്ലെ കടലിന്റെ അടിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം, അവിടുത്തെ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസ് എക്കോസിസ്റ്റത്തിലൊക്കെ ചാലഞ്ച് ഉണ്ട്. അപ്പോൾ ഗ്രീൻലാൻഡ് അൺപ്രസിഡന്റഡ് ആയിട്ട് നമ്മൾ കരുതാത്ത രീതിയിലുള്ള ഒരു ഇമ്പാക്ട് നേരിടുന്നത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട് ആണ്. അതേപോലെ തന്നെ ആ ഒരു ഗ്രീൻലാൻഡിന് മേലെ നിയന്ത്രണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ജിയോ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു ചാലഞ്ചസിനൊക്കെ അഡ്രസ് ചെയ്തുകൊണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള മിറ്റിഗേഷൻ ടെക്നോളജി സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്ലോബൽ ചാലഞ്ചസിനെ നേരിടണം, ക്ലൈമറ്റ് ചാലഞ്ചസിനെ നേരിടണം, അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചാലഞ്ചസിനെയും നേരിടേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുന്നതായിട്ടാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയും മാലദ്വീപ്സും തമ്മിലുള്ള ബന്ധമാണ്. അതായത് ഈ മാലദ്വീപ്സിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ട് ഇന്ത്യയും മാലദ്വീപ്സും തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ച്, ഡിഫൻസ് ടൈസിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ഓർത്ത് വെക്കാം. അപ്പൊ മാലദ്വീപ്സിന്റെ ലൊക്കേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യക്ക് താഴെയായിട്ട് നമ്മുടെ ലക്ഷദ്വീപ് ഇവിടെ വരും. ലക്ഷദ്വീപിന് താഴെയായിട്ടാണ് നമുക്ക് മാലദ്വീപ്സ് കാണാൻ പറ്റും. മാലദ്വീപ്സ് എന്ന് പറഞ്ഞാൽ കുറെ ദ്വീപുകളുടെ ഒരു കൂട്ടമാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ മാലദ്വീപിയൻ ഡിഫൻസ് മിനിസ്റ്റർ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും അവരുടെ ഡിഫൻസ് ടൈസ് മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും അവർക്ക് മാലദ്വീപ്സിന് ഡിഫൻസ് എക്യുപ്മെന്റുകൾ നൽകുന്നതിനെ കുറിച്ചും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നൽകുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. മറ്റൊന്ന്, അവരുടെ കാപ്പബിലിറ്റി എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട് രണ്ട് രാജ്യങ്ങളിലെയും മിനിസ്റ്റേഴ്സ് രണ്ട് രാജ്യങ്ങളുടെയും ഡിഫൻസ് ഫോഴ്സസിന്റെ കാപ്പബിലിറ്റി എൻഹാൻസ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. പ്രത്യേകിച്ചും മാലദ്വീപ്സ് നാഷണൽ ഡിഫൻസ് ഫോഴ്സസിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ അവരുടെ ഏകതാ ഹാർബർ പ്രൊജക്ടിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചും ഒക്കെ ഡിസ്കഷൻസിൽ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയും മാലദ്വീപ്സും തമ്മിലുള്ള ബന്ധം കുറച്ച് മോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ബയലാറ്ററൽ ഡിഫൻസ് കുറച്ച് കാലത്തിന് ശേഷമാണ് വീണ്ടും സ്ട്രെങ്തൻ ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. റീജിയണൽ സെക്യൂരിറ്റിയെ കുറിച്ചും രണ്ട് രാജ്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഓഷ്യന്റെ സെക്യൂരിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെ അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് വെച്ചാൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മെച്ചപ്പെടുത്തുകയാണ്. മാലദ്വീപ്സ് ചെറിയ കൺട്രിയാണ്, പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള നല്ല ബന്ധം ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം സ്ട്രെയിൻഡ് ആയിരുന്നു. വീണ്ടും പുതിയ നല്ല ബന്ധം മെച്ചപ്പെടുത്താൻ പോകുന്ന ഒരു പാർട്ട്ണർഷിപ്പ് കൺട്രിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. പ്രധാനമായിട്ടും കപ്പാസിറ്റി ബിൽഡിങ്ങിന്റെ മേലെയാണ് ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. അവരുടെ ഡിഫൻസ് കപ്പാസിറ്റിയെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യയുടെ നൈബേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഓർത്ത് വെക്കുക. അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബയലാറ്ററൽ റിലേഷൻസിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബയലാറ്ററൽ സെക്യൂരിറ്റി ടൈസ് വർദ്ധിക്കുമെന്നും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് പോകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത മോത്വേത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടാണ്. മോത്വേത് ഫെസ്റ്റിവലിന്റെ ഒരു ഫോട്ടോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾക്ക് പുരുഷന്മാരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് മോത്വേത് ഫെസ്റ്റിവൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം.
ആഹ് ഈ ഒരു തമിഴ്നാടുവിലെ നീലഗിരിയിലുള്ള ട്രൈബൽ ഗ്രൂപ്പുകളാണ് തോഡ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ദ്രവീഡിയൻ എത്നിക് ഗ്രൂപ്പുകളാണ്. അവരുടെ ഒരു ട്രഡീഷണൽ ഫെസ്റ്റിവൽ ആണ് മോദ്വേത്ത് എന്ന് പറയുന്നത്. പുതിയ വർഷം മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ വർഷം തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് മോദ്വേത്ത് ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യുന്നതായിട്ടുള്ളത്. എല്ലാ വർഷവും ഡിസംബറിലെ ലാസ്റ്റ് സൺഡേയിലോ ജാനുവരിയിലെ ഫസ്റ്റ് സൺഡേയിലോ ആണ് ഈ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നത്. അത് ഇവരുടെ മുത്തനാട് മുണ്ടു വില്ലേജിലുള്ള മൂൻപോ എന്ന് പറയുന്ന ഒരു ടെമ്പിളിലാണ്, നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ടെമ്പിളിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു മൂൻപോ ടെമ്പിൾ എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള വെർട്ടിക്കൽ സ്പൈറുള്ള താച്ച്ഡ് റൂഫ് ആയിട്ടുള്ള ഫ്ലാറ്റ് സ്റ്റോൺ ടോപ്പിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ടെമ്പിൾ ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, നീലഗിരീസിലുള്ള വൺ ഓഫ് ദ ലാസ്റ്റ് ടോഡ ടെമ്പിൾസ് ആണ് ഈ ഒരു മൂൺപോ ടെമ്പിൾ എന്ന് കൂടി ഓർത്ത് വെക്കാം. അവരുടെ ഡേറ്റി ആണ് തെങ്കിഷ് അമ്മൻ. നല്ല ആരോഗ്യത്തിനും മഴയ്ക്കും നല്ലൊരു ഹാർവസ്റ്റും വേണ്ടിയിട്ട് അവർ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കും എന്ന് കൂടി ഓർത്ത് വെക്കുക. അവർ ഇതിന്റെ പുറത്ത് ഡാൻസും അതുപോലെ തന്നെ മറ്റ് സെലിബ്രേഷൻസ് ഒക്കെ നടത്തും എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുന്നത് തന്നെ. അപ്പൊ തോഡ യൂത്ത് ആൾക്കാരാണ് വരിക, യുവജനങ്ങളാണ് വരിക. അവര് 80 കിലോയോളം ഭാരം വരുത്തി ഉയർത്തിക്കൊണ്ട് അവരുടെ ആ ഒരു സ്ട്രെങ്ത് അവർ കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ ഇവരുടെ ട്രഡീഷണൽ കസ്റ്റംസ് പ്രകാരം സ്ത്രീകൾ ഈ ഒരു ഫെസ്റ്റിവലിൽ മോത്വേത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാറില്ല എന്ന് ഓർത്ത് വെക്കുക. അതുകൊണ്ടാണ് ഫോട്ടോയിൽ നമുക്ക് പുരുഷന്മാരെ മാത്രം കാണാൻ വേണ്ടി പറ്റും. അപ്പൊ തോഡ എന്ന് പറയുന്നത് ഒരു പാസ്റ്റോറൽ ട്രൈബാണ്, നീലഗിരിയിൽ സൗത്തേൺ ഇന്ത്യയിൽ ഉള്ളതാണ്. ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞ പെർട്ടിക്കുലർലി വൾണറബിൾ പോലുള്ള PVTG പോലുള്ള ട്രൈബൽ ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടതാണ് തമിഴ്നാടുവിൽ എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ തോഡ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ദ്രവീഡിയൻ ലാംഗ്വേജ് ആണ്. പക്ഷേ മറ്റ് ദ്രവീഡിയൻ ലാംഗ്വേജിൽ നിന്നും വളരെയധികം വ്യത്യാസം ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ തോഡ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ ഇത് യുനെസ്കോയുടെ ഇന്റർനാഷണൽ ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണെന്ന് ഓർത്ത് വെക്കണം. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ഭാഗം കൂടിയാണ് ഈ ഒരു നീലഗിരി എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ലിഥിയം അയോൺ ബാറ്ററീസ് ഫ്ലൈറ്റ്സിൽ ക്യാരി ചെയ്യുന്നത് ഡേഞ്ചർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വാർത്ത വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആക്ച്വലി ഈ ഒരു ബാറ്ററിനെ കുറിച്ചോ മറ്റോ ഒന്നല്ല പറയുന്നത്. ഇവിടെ ഈ ഒരു ഫ്ലൈറ്റ് പൈലറ്റ്സിന്റെ അസോസിയേഷൻ നൽകിയ ഒരു നോട്ടീസിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻ ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മനസ്സിലാക്കുക, ഈ ഒരു ലിഥിയം അയോൺ ബാറ്ററീസ് അല്ലെങ്കിൽ ലിഥിയം ബാറ്ററീസ് ഇലക്ട്രിക് വെഹിക്കിളിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി ആണെന്ന് ഓർക്കുക. ലിഥിയം അയോൺ ബാറ്ററീസ് ഇത് എന്ന് വെച്ചാൽ അതിന് എനർജി ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അതായത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും അല്ലെങ്കിൽ ഓരോ കാലം കഴിയുന്നതോറും ബാറ്ററികളുടെ എനർജി ഡെൻസിറ്റി വർദ്ധിച്ചു വരുവാണ്. സോ ദാറ്റ് കൂടുതൽ കാറുകൾക്ക് കൂടുതൽ മൈലേജ് കിട്ടുക എന്നുള്ള ഉദ്ദേശം. ഒരു ചാർജിൽ 300 കിലോമീറ്റർ 350 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ എനർജി ഡെൻസിറ്റി കൂടാം. അപ്പോൾ എനർജി ഡെൻസിറ്റി കൂടുന്ന സമയത്ത് അവിടെ ഫയർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ഫ്ലൈറ്റിലെ ഒരു റിസ്ക് ആയിട്ട് പറയുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കി ഈ വാർത്തയിൽ അത്ര ഇമ്പോർട്ടന്റ് ഇല്ല. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം നമുക്ക് ഡിസ്കഷൻ ആയിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.